നമ്മുടെ ഹോട്ടലുകാർ വില കൂട്ടി എന്നുള്ളൊരു വിഷയവുമായി ബന്ധപ്പെട്ടൊരു പരാതി മാഡത്തിൻ്റെ അടുത്ത് ലഭിക്കുകയും അതിനുവേണ്ടി സംസാരിക്കാൻ ചെന്നപ്പോൾ നമുക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ പറയുന്നതിൽ ന്യായമുണ്ടെന്നും കൃത്യമായി അവിടെ ബോധ്യപ്പെടുത്തുകയും ഏതൊരു കാര്യത്തിനും നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നമുക്ക് നൽകി വരുന്ന നമ്മുടെ ജില്ലാ കളക്ടറെ ഏറെ ആദരവോടുകൂടി ഈ നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് എന്ന ആശയം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ്. താങ്ക് യു. ബഹുമാനപ്പെട്ട MLA, നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട അംഗങ്ങൾ, നമ്മുടെ DMO, പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്മാർ, മീഡിയ സുഹൃത്തുക്കൾ, എല്ലാവർക്കും നമസ്കാരം. സോ ഞാനും ഒരു അമച്യൂർ ഹോട്ടലിയറാണ്. KTDCൻ്റെ 2 കൊല്ലം ഉണ്ടായിരുന്നു. അപ്പോഴും ഹോട്ടലിനെ കുറിച്ചെല്ലാം കുറച്ച് പഠിച്ചെടുത്തു. ഓക്കെ, സോ നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും അറിയാം, ശരി മാറിക്കടന്ന് നമ്മൾ എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നുള്ളതും അറിയാം. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന് വിളിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാനോ ഉദ്ദേശിച്ചു വന്നത്. സോ നമ്മൾ ഇടുക്കിയെ സംബന്ധിച്ചോളം നമ്മൾ എക്കോണമിയുടെ ഒരു ബാക്ക് ബോൺ ആണ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ്. സോ അതിലേക്ക് വേണ്ടി നിങ്ങൾ ഇതുവരെ ചെയ്ത എല്ലാ കോൺട്രിബ്യൂഷനും കൂടി ഞാൻ ഇടുക്കിയിലെ ജനങ്ങളുടെ പേരിൽ, എൻ്റെ സ്വന്തം പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ കാലം അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളും കുറിച്ച് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാലം അനുസരിച്ചുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നേരത്തെ എല്ലാവരും ചിക്കൻ 65 കഴിച്ചു, ഇപ്പോൾ ഷവായ കഴിക്കുന്നുണ്ട്. അതല്ല, ഓക്കെ, ദർ ഇസ് അനദർ സ്റ്റെപ്പ് ഓൾസോ. നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിൾ ടൂറിസമിൻ്റെ ഏറ്റവും മികച്ച ഒരു സ്ഥലം ലോകത്തിൽ തന്നെ നേരിട്ടിട്ടുണ്ട്, അല്ലേ, ഇടം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടൈംസ് മാഗസിൻ തന്നെ 50 പ്ലേസസ് ടു വിസിറ്റിലെ ഒരു പ്ലേസ് ആയിട്ട് നമ്മുടെ കേരളത്തിനെയാണ് പറഞ്ഞിട്ടുള്ളത്. സോ അത്രമാത്രം ഓരോരോ എക്സ്പീരിയൻസും നമ്മൾ കൊടുക്കുന്ന ആ ഇമ്പോർട്ടൻസ്, യുണീക്ക് ഫീച്ചറാണ് നമ്മളെ വേൾഡ് ടൂറിസം മാപ്പിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഫുഡ്. Food should be close to our heart as much as to our stomach, right? So അങ്ങനെ ചെയ്യുമ്പോൾ I am talking about the restaurant part of hotels and restaurants. Okay, hotels part I will come later. ഈ റെസ്റ്റോറൻറ്റ്സ് പാർട്ടിൽ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഒരു ഫുഡ്, ഇവിടെ എനിക്ക് മീഡിയ എല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിൽ ആര് നന്നായിട്ട് ചിരിക്കുന്നുണ്ടോ അവർ ഇത് സമ്മതിക്കുന്നുണ്ടെന്നുള്ളതാണ്. കൈയൊന്നും പൊക്കണ്ട, മീഡിയ എല്ലാം ഉള്ളത് കൊണ്ട്. നിങ്ങളുടെ റെസ്റ്റോറൻറ്റ്സിലെ 3 ടൈംസ് കഴിക്കുന്നവർ എത്ര പേരാ? എല്ലാവരും ചിരിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേരുണ്ട്. യു ആർ ഓൾസോ ഇൻ മീഡിയ, റൈറ്റ്? എല്ലാവരും നമ്മൾ കഴിക്കുമെന്ന് ചോദിച്ചാൽ സത്യത്തിൽ എല്ലാ സമയവും നമ്മൾ കഴിക്കത്തില്ല. ബിക്കോസ് വി നോ ഹോം ഫുഡ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം ഹോട്ടൽ ഫുഡ്. ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഇൻസിസ്റ്റിംഗ് വീട്ടിൽ ചെയ്യുന്നത് പോലെ ചെയ്യണമെന്നല്ല, പക്ഷേ ഹോട്ടലിലും നമ്മൾ വീട്ടിലുള്ള ഗസ്റ്റിക്ക് എത്രമാത്രം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുമോ അങ്ങനെ നമ്മൾ എക്സ്ട്രാ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന അല്ലാന്നല്ല ഞാൻ പറയുന്നത്, ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റും. അതുമായിട്ടുള്ള കാര്യത്തിലാണ് നമ്മൾ ഈ ഹെൽത്തി പ്ലേറ്റ് എന്നുള്ള ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി ഞാൻ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് അസോസിയേഷൻ്റെ മിസ്റ്റർ അജി അവരെ വിളിച്ചായിരുന്നു. സോ നമുക്കിപ്പോൾ ഒരു ബിരിയാണി കൊടുക്കുമല്ലേ, നോർമലി ബിരിയാണി എത്ര കാലറീസാണ് കൊടുക്കുന്നത്? എത്ര കാലറീസാണ് ഈ ബൗളിലെ? കാലറി തീർച്ചയായിട്ടും മിനിമം 500 ഉണ്ടാവും. ഓക്കെ, അത് കൂടാതെ ഇതൊക്കെ ഞാൻ പഠിക്കുന്നതാണ്. ഞാൻ ചുമ്മാ അല്ല പറയുന്നത്, ഞങ്ങൾ KTDCയിൽ കൊടുക്കുമ്പോഴും ഞാൻ ഇതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ന്യൂട്രീഷൻ കുട്ടികളെ കൊടുത്ത് ഇതൊരു പഠനവും നടത്തിയിട്ടുണ്ട്. മിനിമം നോർമലി ഒരു 500 കാലറീസ് ഉണ്ടാവും. അത് വെറുതെ കഴിക്കുമോ ആൾക്കാർ? അതിന് കൂടെ ഒരു ഫ്രൈ വേണം, അതിന് കൂടെ വേറൊരു സംഭവം വേണം. ഇങ്ങനെയൊക്കെ എല്ലാം ചേർത്ത് 1200 കാലറീസ് ആവും. ഈ 1200 കാലറീസ് ഒരു മീലിനെ കഴിച്ചാൽ എങ്ങനെയായിരിക്കും? പറ്റുമോ? ചിലർക്ക് പറ്റും, ഓക്കെ. പക്ഷേ ചിലവർക്ക് കുറച്ച് കോൺഷ്യസ് ആയിട്ട് ഇരിക്കുന്നവർക്കെങ്കിലും നമുക്കൊരു ഓപ്ഷൻ കൊടുക്കാം. ഇത് കാണുമ്പോൾ മറ്റവരും കുറച്ച് കോൺഷ്യസ് ആയിട്ട് വരാമല്ലോ. ഒരു ബിരിയാണി നോർമലി കൊടുക്കുന്നതിൻ്റെ പകുതി ചുരുക്കിയിട്ട് പകരം അവർക്ക് വേറെ ഓപ്ഷൻസ് കൊടുക്കാം. ഈ അക്കോമ്പനിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലേ നമ്മുടെ സൈഡ്സിൽ, ആ സൈഡ്സ് ക്യാൻ ബി സംതിങ് വിച്ച് ഈസ് വെരി ഹെൽത്തി.
ഓക്കെ, വി ആർ നോട്ട് കോംപ്രമൈസിങ് വിത്ത് ദ ടേസ്റ്റ് ഓഫ് ബിരിയാണി. ബിരിയാണിയുടെ ടേസ്റ്റ് കഴിക്കട്ടെ, പക്ഷെ ബിരിയാണി മാത്രം കൊണ്ട് ഇങ്ങനെ ഫിൽ ചെയ്യാതെ വേറെ എന്താ കൊടുക്കാൻ പറ്റും? ഗ്രീൻ സാലഡ്സ് കൊടുക്കാം, ചിക്ക് പീ സാലഡ്സ് കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന സെയിം സാധനമാണ്, മറ്റൊരു അംഗമുണ്ട് ഡിഫറെൻറ്റ് രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കുന്നത്. പക്ഷേ അത് നമുക്ക് നെക്സ്റ്റ് പോവാം. ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സെയിം സാധനം തന്നെ ക്വാണ്ടിറ്റീസ് അങ്ങോട്ട് മാറ്റാം. ഗ്രീൻ സാലഡ് കൊടുക്കാം, ചിക്ക് പീ സാലഡ് കൊടുക്കാം, സ്പ്രൗട്ടഡ് സാലഡ് കൊടുക്കാം, യോഗട്ട് നമ്മൾ കേർഡ് കൊടുക്കാം. കേർഡിനോട് കൂടെ ജാഗറി ഓർ ഷുഗർ കൊടുത്താൽ അതൊരു ഡെസേർട്ട് പോലെ ആവും. ബട്ടർ മിൽക്ക് കൊടുക്കാം, ലെമൺ ജ്യൂസ് കൊടുക്കാം. ഓക്കെ, സോ ഇപ്പോൾ ഒരു ബിരിയാണി 200 rupees നിങ്ങൾ വിൽപ്പന ചെയ്യുന്നുണ്ടെങ്കിൽ ആ 200ൻ്റെ വിലയിൽ തന്നെ ഇത് കുറച്ചിട്ട് മറ്റത് കൊടുക്കാൻ പറ്റിയാൽ ആൾക്കാർക്ക്, ഇപ്പോൾ ഞാൻ കയറും, വേറെ ആരെങ്കിലും കയറും, എനിക്ക് ചിലപ്പോൾ ഫുൾ ബിരിയാണി വേണം പറയും, മറ്റൊരാൾ പറയും എനിക്ക് ഫുൾ ബിരിയാണി വേണ്ട, എനിക്ക് ഒരു ഹോൾസം മീൽ വേണം. സോ ഇവിടെ നമ്മുടെ ഹോട്ടലിൽ ഒരു പ്രാവശ്യം കഴിക്കാൻ വരുന്നവരുടെ ഹെൽത്തിനെ കൂടി നമ്മുടെ ശ്രദ്ധ കൊണ്ട് കാണിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ലേ. സോ അവരെ നമ്മുടെ വീട്ടിലുള്ളവരെ കാണുന്നത് പോലെ നമുക്ക് കാണാനുള്ള അത്രമാത്രം ഒരു ഹോൾസമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കാം. ഇത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ വളരെ പോസിറ്റീവായിരുന്നു. നിങ്ങളെങ്ങനെയാണ് ഇത് കാണുന്നത്? ഐ ബിലീവ് യു വിൽ ഓൾസോ കം ഓൺ ബോർഡ്. ഓക്കെ, വി ആർ നോട്ട് tweaking anything, no additional cost, no changes in your inventory, the same inventory, the same KOT, just your quantity will be tweaked so that it is including everything. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ബുദ്ധിമുട്ട് വരത്തില്ല, വരുന്ന ആൾക്കാർക്കും ഐ എം ഗിവൻ ആൻ ഓപ്ഷൻ. ഐ ക്യാൻ ഹാവ് ഹെൽത്തി മീൽ അറ്റ് ദ സെയിം പ്രൈസ് ആസ് എവ്രി വൺ എൽസ്. അല്ലെങ്കിൽ ഹെൽത്തി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഹെൽത്തി കഫേൻ ഒരു ഹെഡിങ് ഇട്ടാൽ തന്നെ അവിടെ കയറുമ്പോൾ നമ്മുടെ നോർമൽ റെസ്റ്റോറൻറ്റിനെക്കാട്ടും 2 times എങ്കിലും കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല, സാധാരണക്കാർക്കും ഹെൽത്തി ഫുഡ് വേണ്ടേ, അവർക്ക് മാത്രം ഇങ്ങനെ ജങ്ക് ഫുഡ് മാത്രമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ നമുക്ക് മുന്നോട്ട് നീങ്ങി വന്നാൽ നമുക്ക് DTPCൻ്റെ മെമ്പർ സെക്രട്ടറി ഉണ്ട്. DTPC വഴിയും നമുക്കിത് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. മലപ്പുറമാണ് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഇൻസ്പിറേഷൻ. വിനോദ്, യെസ്, വിനോദാണ് ഇവിടെ മലപ്പുറത്തിൽ ചെയ്തു. അതുപോലെ നമുക്ക് ചെയ്യാൻ വിചാരിച്ചപ്പോൾ നമ്മുടെ സിവിൽ സ്റ്റേഷനിലെ ആൾക്കാരെ വരത്തില്ല. വരുന്ന 10 പേർക്ക് വേണ്ടി നമ്മൾ എന്താ ചെയ്യണം? നമ്മുടെ ജില്ലയ്ക്ക് വരുന്നവരെല്ലാം ടൂറിസ്റ്റാണ്, വരുന്നവരെല്ലാവരും റെസ്റ്റോറൻറ്റ്സിലാണ് കഴിക്കുന്നത്. സോ നമ്മൾ ശരിക്കും ഇതിനെ ഇമ്പാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ടൂറിസ്റ്റ് കഴിക്കുന്ന ഈ റെസ്റ്റോറൻറ്റ്സിലാണ് ഇത് ചെയ്യേണ്ടത്. സോ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വന്നതിന് വളരെ സന്തോഷം. നമുക്ക് എപ്പോൾ ഇത് പ്രോജക്റ്റ് നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും ഒഫീഷ്യലി എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ മെനുവിനോടൊപ്പം ഹെൽത്തി അക്കോമ്പനിമെൻറ്റ്സിന് മാത്രം ചേർത്താൽ മതി. ദേ കെൻ ചൂസ് 1, 2 out of 3 സംതിങ്. ഓക്കെ, വിച്ച് എവർ മാച്ചസ് യുവർ പ്രൈസിങ്. പക്ഷേ ഇറ്റ് ഷുഡ് ബി മീനിങ് ഓൾസോ. ഓക്കെ, അങ്ങനെ നമുക്ക് ചെയ്തിട്ട് ലോഞ്ച് ചെയ്താൽ ലോകത്തിൽ തന്നെ ഏറ്റവും ഫസ്റ്റായിട്ട് ഇടുക്കി ജില്ല മാറും. വി ആർ കൺസേൺഡ് അബൌട്ട് യുവർ ഹെൽത്ത് ഈവൻ ഫോർ സിംഗിൾ മീൽ. റൈറ്റ്, ചെയ്യാമോ? യെസ്, താങ്ക് യു. പിന്നെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ശരിയാണ്. നിങ്ങൾ ഒത്തിരി മാത്രം സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തെടുക്കുമ്പോൾ അതില്ലാത്ത ആൾക്കാർ നടത്തുന്നുണ്ട്, അവർക്കെതിരായിട്ട് നമ്മൾ ശക്തമായിട്ടുള്ള നടപടികൾ എടുക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിലും ചില വീഴ്ചകൾ ഇല്ലാന്ന് പറയാൻ പറ്റത്തില്ല, ചില വീഴ്ചകൾ ഉണ്ട്. ആ വീഴ്ചകൾ മാറി നമ്മൾ കിടക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാൻ മറുപടി ആയിട്ടല്ല പറയുന്നത്, മേ ബി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ്. ഈ വെല്ലം ഓടയിലേക്ക് വിടുന്നുണ്ടെങ്കിൽ വേറെ എവിടേക്ക് വിടും എന്ന് പറഞ്ഞാൽ ആ ഓടയിലേക്ക് തന്നെ വിടണം. പക്ഷെ അത് എങ്ങനെ വിടും? അത് ശുദ്ധീകരിച്ചിട്ട് വിടണം. അത് അങ്ങനെ തന്നെ റോ ആയിട്ട് നമുക്ക് വിടാൻ പറ്റത്തില്ല. അതിനെ അവർ സമ്മതിക്കും. ഓക്കെ, ശുദ്ധീകരിച്ച് വിടുന്നതിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വിടാൻ പറ്റുന്നതേ ഉള്ളൂ. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എത്രമാത്രമാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഞാൻ വെള്ളത്തിന് കുറച്ച് കല്ലിട്ടിട്ട് അതിനെ വിട്ടിട്ട് പിന്നെ ഞാൻ ഇടുന്നത്, ദാറ്റ് ഈസ് നോട്ട് ട്രീറ്റ്മെൻറ്റ്, ദാറ്റ് ഈസ് ഫിൽട്രേഷൻ. ഫിൽട്രേഷൻ ഇസ് ജസ്റ്റ് എ പാർട്ട് ഓഫ് എ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അങ്ങനെ നമുക്ക് കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അത് ചെയ്തിട്ട് നമുക്ക് വിടേണ്ടതുണ്ട്. എന്തായാലും ഈ ഇടിക്ക് എല്ലാവർക്കും വേണമല്ലേ? ഇടിക്ക് വേണമല്ലേ? എനിക്ക് വേണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്താലേ ഇനി 50 കൊല്ലം കഴിഞ്ഞിട്ടും ഇടുക്കിക്ക് വരാൻ പറ്റും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഉത്തരവാദിത്വം. എവറിത്തിങ് ഈസ് ഗിവൻ ബൈ ഇടുക്കി ടു അസ്, റൈറ്റ്? വേറെ ജില്ലയിലെ എല്ലാ സ്ഥലത്തും കിട്ടുന്നത് പോലെ ഉള്ള ടൂറിസം അല്ല ഇവിടെ കിട്ടുന്നത്. ഇവിടെ ഒത്തിരി അധികം കിട്ടുന്നുണ്ട്. വെൻ വി ആർ ഗെറ്റിംഗ് സംതിങ് ഫ്രം ദം, വി ഹാവ് ടു ഗിവ് സംതിങ് ഇൻ റിട്ടേൺ. ആ റിട്ടേൺ ആണ്
പ്രിസർവേഷൻ ഓഫ് ദി എൻവയൺമെൻറ്റ് ദ വേ ഇറ്റ് ഇസ്. നമുക്ക് ചില കാര്യങ്ങൾ നമ്മൾ നടക്കുന്നുണ്ട്, ബിൽഡിങ് ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ നെഗറ്റീവായിട്ട് പോവാതെ അതിനുള്ള ഒരു ന്യൂട്രലായിട്ട് പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് എങ്ങനെ ചെയ്യുന്നുള്ള കാര്യം അവർ പറഞ്ഞു കൊടുക്കും. പിന്നെ നമ്മൾ DMO ഉണ്ടായിരുന്നു. ഐ തിങ്ക് ദർ വാസ് എ സെഷൻ ബൈ യു ഓൾസോ ഓൺ ഫുഡ് സേഫ്റ്റി, ഓൺ ഫുഡ് ഹെൽത്ത് എല്ലാം. സോ സേഫായിട്ടുള്ള ഫുഡ് കൊടുക്കാം, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ഏതാ ഫുഡിലെ? ഉസ്താർ ഹോട്ടൽ ഏതാ? ലവ്, നോട്ട് പ്രോട്ടീൻ. പ്രോട്ടീൻ ഉണ്ട് ഓഫ്കോഴ്സ്. ക്ലീൻ ആയിട്ട് ഉണ്ടാവണം, ലവോട് ഉണ്ടാവണം അല്ലേ? ഏറ്റവും സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ലവ്. വീട്ടിൽ മാത്രമല്ല, നമ്മൾ ഹോട്ടലിലും ആ സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കാം, ചേർക്കാം. നല്ല ലവോടെ എല്ലാവർക്കും പെരുമാറാം. തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളുടെ ഓരോ ഹോട്ടലിലേക്ക് വരുന്നവർ ഈ ഹോട്ടലിലേക്ക് ഞാൻ തിരിച്ച് എൻ്റെ ഫാമിലിയോടൊപ്പം എൻ്റെ ഫ്രണ്ട്സിനോടൊപ്പം വരും ഉള്ള രീതിയിലുള്ള എക്സ്പീരിയൻസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞിട്ട് ഹെൽത്തി പ്ലേറ്റ് ഉദ്ഘാടനം ചെയ്യാമോ? ഏതൊക്കെ ഹോട്ടൽസിലുണ്ട് നമ്മൾ ഉദ്ഘാടനം? ശരി. സോ നമ്മളിപ്പോൾ ഇവിടെ ഈ വർക്ക്ഷോപ്പിൽ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. ലൈവ് ഉദ്ഘാടനം നിങ്ങൾ റെഡി ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഇതിവിടെ ചെയ്തത് കൊണ്ട് നമുക്ക് തീർക്കില്ല. റൈറ്റ്? ഓക്കെ. സോ നെയിം സേക്ക് ഉദ്ഘാടനം ഇവിടെ ചെയ്യുകയാണ്. താങ്ക് യു. സോറി, നമ്മുടെ ഈ ലീഫ് റേറ്റിംഗ്, ഓക്കെ, നമ്മുടെ എത്രമാത്രം ഗ്രീൻ ആണ്, നമ്മുടെ റെസ്റ്റോറൻറ്റ്സ് എത്രമാത്രം ക്ലീൻ ആണ് എന്നുള്ളതിന് വേണ്ടിയുള്ള റേറ്റിംഗിൻ്റെ സർട്ടിഫിക്കറ്റ്സ് 5 സ്റ്റാർ നേടിയെടുത്തവർക്ക് മാത്രമേ ഇവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. 4 സ്റ്റാർ 3 സ്റ്റാർ പിന്നെ കൊടുക്കും. അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് തന്നെ ഹെൽത്തി പ്ലേറ്റ് ചെയ്യുന്നവർക്ക് കൂടി ഒരു സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും, ഒരു ലോഗോ കൊടുക്കും. സോ ദാറ്റ് എനിവൺ ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ഇങ്ങനെ മെക്ഡി ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുമല്ലേ? എവിടെ ടൂറിലുണ്ടെങ്കിലും മെക്ഡി, KFC, അതുപോലെ ഇടുക്കിയിലെ ഹെൽത്തി ആയിട്ടുള്ള ഹോട്ടൽസിൽ എവിടെ നിന്നും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനം കൂടി നമുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.